ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷീരകർഷകർക്കുള്ള സഹായമായ കാലിത്തീറ്റ ഇൻസെന്റീവ് വിതരണ ഉദ്ഘാടനവും ഫാർമേഴ്സ് അവയർനെസ് പ്രോഗ്രാമും നടത്തി. പാണ്ടിപ്പാറ ക്ഷീരോത്പാദക സഹകരണ സംഘം അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നൽകി വരുന്ന ക്ഷീര കർഷകർക്കുള്ള സഹായമായ കാലിത്തീറ്റയും ഇൻസെന്റീവ് വിതരണ ഉദ്ഘാടനവും മിൽമ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിക്കലും ഫാർമേഴ്സ് അവയർനെസ് പ്രോഗ്രാമുമാണ് പാണ്ടിപ്പാറ ആപ്കോ സംഗമത്തിൽ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മേഖല വിട്ട് ഇപ്പൊ സോണി സൂചിപ്പിച്ച 100ഓളം കർഷകർ ഈ മേഖല വിട്ടു പോയിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ചെലവെന്ന് പറയുന്ന കർഷകരെ താങ്ങാൻ മേലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ കുട്ടികളൊക്കെ ഈ മേഖലയിൽ വരാനുള്ളൊരു സാധ്യത കുറവാണ്. കുട്ടികളെല്ലാം പഠന മേഖലയിലോട്ട് മാറിയിരിക്കുകയാണ്. പ്രായമായവരൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്നും ഇതിന്റെ ഒരു ശോച്യാവസ്ഥയിലോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പുല്ല് കിട്ടാനും അതുപോലെ തന്നെ കച്ചിയൊക്കെ ഭയങ്കരമായ വില കൊടുത്ത് വാങ്ങിച്ചാണ്. എനിക്കറിയാം, ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കച്ചിയൊക്കെ ഇറക്കി നമ്മുടെ അംഗൻവാടിയുടെ സൈഡിൽ തന്നെ വെച്ചാണ് ഇതൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അത്രയും വില കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ പശുക്കളെ വളർത്തിയെടുക്കുമ്പോൾ ആ ഒരു കഷ്ടപ്പാടും എല്ലാം ഈ കിട്ടുന്ന പാലിന്റെ പൈസയ്ക്കൊന്നും ഒതുങ്ങുന്ന രീതിയിൽ കർഷകർക്കാവുന്നില്ല. ത്രിതല പഞ്ചായത്തുകളുടെ ഇൻസെന്റീവ് ജില്ലയിൽ ഏറ്റവും വേഗത്തിൽ കർഷകരിൽ എത്തിച്ച ക്ഷീരവികസന വകുപ്പ് ഇടുക്കി ഡയറി ഫാം ഇൻസ്ട്രക്ടർ നിഷാമോൾ രവി, അവാർഡ് ജേതാവും പ്രശസ്ത ഗാന കവിതാ രചയിതാവുമായ സാജൻ തങ്കമണി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ്, ഷൈനി മാവേലിൽ, മിൽമ പിയാൻഡൈ ഹെഡ്, VS പ്രമോദ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സോണി ചൊള്ളാമടം അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ സുജി തോമസ്, സംഘം സെക്രട്ടറി മിനി സിബി, ചാക്കോ പുളിക്കയിൽ, ബിനോയ് കണ്ണാട്ടുകുന്നേൽ, തോമസ് കോഴിക്കോട്ട, ബാബു ആലിങ്കൽ താഴെ തുടങ്ങിയവർ സംസാരിച്ചു.